ഹലോ മുത്തുമണീസ്, എന്റെ സ്വന്തം അനിയൻ അനിയത്തിമാരെ, നമ്മുടെ SLCയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണീസിനും സ്വാഗതം. ഓക്കെ, നമ്മൾ 7 days സ്റ്റഡി ചാലഞ്ച് എന്ന് പറഞ്ഞ ചാലഞ്ച് കുറച്ച് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ 1-2 വീഡിയോസ് ഒക്കെ നമ്മൾ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ അടുത്ത എക്സാമും അതുപോലെ തന്നെ അടുത്ത വീക്കിലേക്കുള്ള പ്ലാനുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. യെസ് മക്കളെ, ഒരു കാര്യം പറയാം, ആരും എന്ത് ചെയ്യുന്നില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇവിടെ എത്തുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ട്രൈ ചെയ്താണ് എത്തുന്നത് അല്ലേ. ജനിക്കുമ്പോൾ തന്നെ ഫുൾ A+, ഇവന് ഫുൾ A+, ഇല്ല, അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് കിട്ടും നമ്മുടെ റിസൾട്ട്. ഓക്കെ, അപ്പൊ വർക്ക് ചെയ്യാനുള്ള മനസ്സ് മക്കളെ, ആ മനസ്സാണ് ആദ്യം വേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. മനസ്സുണ്ടോ, വർക്ക് ചെയ്യാൻ മനസ്സുണ്ടോ, കഴിവും കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, കഴിവൊന്നും വേണമെന്നില്ല. വർക്ക് ചെയ്യാൻ, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ, അത് മതി. ഓക്കെ, ആ ഒരു മനസ്സ് മാത്രം മതി. 100% ആയിരിക്കും നമുക്കുള്ള നല്ലൊരു റിസൾട്ട്. ഫുൾ A+ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ മാക്സിമം എന്താണോ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സെറ്റാണേ. ഓക്കെ, അപ്പൊ ഇനി ചിലപ്പോൾ സാർ ഇതിപ്പോൾ ഞാൻ ആദ്യം തൊട്ട് തന്നെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല ഈ ചലഞ്ച്, ഇപ്പൊ തൊട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, പലർക്കുള്ള ഡൗട്ട് അതാണ് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, 2 വീക്ക്, ഒരു വീക്കത്തെ സാധനം, നമ്മളിപ്പോൾ ഒരു വീക്കിൽ കുറച്ച് 2 ചാപ്റ്ററേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, 2 വീക്കിന്റെ സാധനം എടുത്തിട്ട് ഒരു വീക്കിൽ അങ്ങോട്ട് തീർക്കാം. 2 വീഡിയോസൊക്കെ ഒരു വീക്കിൽ അങ്ങോട്ട് തീർക്കാം. കുറച്ച് റഷായിരിക്കും, എന്നാൽ പോലും എന്ത് ചെയ്യുക, ചെയ്തു വരാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് 1.5 മണിക്കൂർ വെച്ചിട്ട് തീർക്കാനാണ്. നിങ്ങൾ ചിലപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുത്ത് തീർക്കാം. ഓക്കെ, ഒരു ദിവസം മക്കളെ, നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ, ഒരു ദിവസം 1.5 മണിക്കൂർ ഈ ചലഞ്ചിന് വേണ്ടി, നമ്മുടെ സ്വന്തം ചലഞ്ചിന് വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പോവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓണം എക്സാമിന് നമ്മൾ ഫുൾ മാർക്ക് അടിച്ചിരിക്കും മക്കളെ. ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓണം എക്സാമിന് എന്തായിരിക്കും, ഫുൾ മാർക്ക് അടിക്കും. അപ്പോൾ കാണുന്നവരെന്തായാലും കമന്റ് ചെയ്തോളൂ, ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ മസിൽമാന്റെ ചിഹ്നവും എടുക്കുക. ഓക്കെ, കൂടാതെ തന്നെ നമ്മൾ എക്സാം നടത്താൻ പോവാണല്ലേ, 3ാമത്തെ എക്സാം നമ്മൾ നടത്താൻ പോവാണ്. എക്സാമിന്റെ റൂൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 20 മാർക്കിന്റെ എക്സാം ആണ്. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു നോക്കുക, ആൻസർ ഇതാണ് ആൻസർ അങ്ങനെയല്ല കേട്ടോ മക്കളെ. എങ്ങനെയാണോ എക്സാം എഴുതുക, ഒരു ടേബിളൊക്കെ ഇട്ട് ഇരുന്ന് അല്ലേ, ഒരു പേപ്പറൊക്കെ വെച്ച് അല്ലേ, എന്ത് ചെയ്യുന്നു, നിങ്ങളെ പേരൊക്കെ എഴുതി, എങ്ങനെയാണോ നിങ്ങളൊരു എക്സാം എഴുതുക അതുപോലെ തന്നെ എക്സാം എഴുതുക, അതുപോലെ തന്നെ എഴുതി വരിക. ഓക്കെ, സെറ്റാണേ. അങ്ങനെ എഴുതി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സംഭവം അടിപൊളിയാക്കി തരാം. ഓക്കെ, അപ്പോൾ 5:30 ആകുമ്പോഴേക്കും നിങ്ങൾ മൺഡേ ഇന്ന് എന്തൊരു 5:30 ആകുമ്പോഴേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. നാളെ ഇതിൻ്റെ ആൻസർ കീ എവിടെ വരും, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് എത്രയാണോ അത് ഇതാക്കിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മാർക്ക് എത്രയാണോ കിട്ടിയത് അത് ആത്മാർത്ഥമായിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ചലഞ്ച് ഈ വീക്കിൽ കംപ്ലീറ്റ് ആവും. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവല്ലേ, എക്സാം 3ലേക്ക് പോവല്ലേ മക്കളെ. എക്സാം 3ലേക്ക് പോവാം കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്റർ, ഹ്യൂമനിസം എന്ന് പറഞ്ഞ ചാപ്റ്ററും വെതർ ആൻഡ് ക്ലൈമറ്റും, പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിലെ ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും. 3 ചാപ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണോ കറക്റ്റ് എന്ന് ഇതാക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നോക്കി എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിന്റെ എന്ത് ചെയ്യാം, ഡ്രൈവ് ലിങ്ക് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സെറ്റ്. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ പോസ് ആക്കിയിട്ട് എഴുതാം. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഓക്കെ, അടുത്ത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 4 മാർക്കല്ല, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫിസിക്സിലെ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഹിസ്റ്ററിയിലെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യമാണ്, ഒരു 1 വേർഡ് ചോദ്യമാണ്. ഓക്കെ, അടുത്തതും ഹിസ്റ്ററി തന്നെയാണ്. ഒരു 3 മാർക്കിൻ്റെ ഒരു എസ്സേ ടൈപ്പ് ചോദ്യമാണ്. 3 മാർക്കിൻ്റെ ഒരു എസ്സേ ടൈപ്പ് ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതും ഹിസ്റ്ററിയിലെ തന്നെ ഒരു 3 മാർക്കിൻ്റെ എസ്സേ ടൈപ്പ് ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറയുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളും അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് കുറേ അങ്ങോട്ട് ക്വസ്റ്റ്യൻ തന്നു പോവല്ല മക്കളെ. ഇതിനൊക്കെ കൃത്യമായ പ്ലാനിങ് ഉണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് വാങ്ങിയെടുക്കും. ഓക്കെ, അങ്ങനെ 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെന്താണ്, 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ജോഗ്രഫിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യം. അങ്ങനെ മൊത്തം 20 മാർക്കിൻ്റെ ചോദ്യം. 8 ക്വസ്റ്റ്യൻസ് ആണ് 20 മാർക്കിനുള്ളത്. ഓക്കെ,
ഇപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് എഴുതിയവരാണെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഡ്രൈവ് ലിങ്ക് അടിയിലുണ്ട്, എന്ത് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വീക്കിലേക്കുള്ള പ്ലാൻ തരട്ടെ. അടുത്ത വീക്കിലേക്കുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത വീക്കിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന്, പരിണാമത്തിന്റെ വഴികൾ, പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, ബയോളജിയിലെ 2ാം ചാപ്റ്റർ, നമ്മുടെ സ്വന്തം ATR മിസ്സിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 2ാം ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത്. അടുത്ത എന്താ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത വീക്കിലേക്ക്. അപ്പൊ അടുത്ത വീക്കിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ 2 ചാപ്റ്റർ, ഈ മാത്സിലെ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ ബയോളജിയിലെ ഒരു ചാപ്റ്ററും പഠിക്കുക. എന്നായിരിക്കും നമ്മൾ എക്സാം ഉണ്ടാവുക മക്കളെ? അടുത്ത മൺഡേ കേട്ടോ. അടുത്ത മൺഡേ 23/6/2025 എന്തുണ്ടായിരിക്കും? എക്സാം കണ്ടക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് അതും കഴിയും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഓണം എക്സാം വരെ ഈ ഒരു പരിപാടി നമുക്ക് അടിപൊളിയായിട്ട് കളറായിട്ട് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ്, ഇത് SLC എക്സാം വരെ വേണോ, നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെറ്റാക്കുന്നതാണ്. ഓക്കെ, അപ്പം മറക്കണ്ട, ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ നമുക്ക് ഈ ചലഞ്ചിന്റെ എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട്, ചലഞ്ച് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ എക്സാം എഴുതുക. അടുത്ത വീക്കിലേക്ക് എന്ത് ചെയ്യുക, 1.5 മണിക്കൂർ ഈ ചലഞ്ചിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പൊ വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ്